ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്നത് മാനസ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തുറന്ന മാനസയുടെ അച്ഛനമ്മയും പുറത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന മാനസ നല്ല ഹാപ്പിയിലാണ്. തുറന്ന മാനസിയുടെ അമ്മയോട് അടുക്കളയിലേക്ക് പോകാൻ പറഞ്ഞതിന് ശേഷം ജയമോഹൻ പിന്നെ മാനസിയോട് എന്താണ് നീ ഇന്ന് നല്ല ഹാപ്പി ആണല്ലോ, എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. തുറന്ന മാനസ പിന്നെ ഹാപ്പി ആകാതെ സന്തോഷം വന്നാൽ ചിരിക്കണ്ട് ഇതും പറഞ്ഞുകൊണ്ട് മാനസ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ലിവിംഗ് റൂമിൽ വന്നിരുന്ന താൻ കൃഷിന്റെ വീട്ടിൽ കേട്ടറിഞ്ഞ സത്യങ്ങളെല്ലാം അച്ഛനോട് പറയുകയാണ്. ഇങ്ങിവിടുന്ന് നമ്മുടെ നാളുകളാണ് അച്ഛ. കൃഷും സാഗറും ഇനി ജന്മത്തൊന്നിക്കാൻ പോകുന്നില്ല. അതിനുള്ള സാധനം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ കൃഷ് സാഗറിന്റെയും സുജാതയുടെയും മകനല്ല, യഥാർത്ഥ മകനല്ല എന്ന് പറയുകയാണ്. സുജാത കൃഷ്ണനെ പ്രസവിച്ചിട്ടില്ല. സുജാതയുടെ ഏക മകൻ ബലരാമനാണ്. കൃഷ്ണ അവർ എടുത്തു വളർത്തിയതാണ് എന്നുള്ള കാര്യം മാനസ അച്ഛനെ അറിയിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ജയമോഹൻ ഷോക്കായി നിൽക്കുകയാണ്. തുടർന്ന് ജയമോഹൻ പിന്നെ മാനസിയോട് തൽക്കാലം ഈ കാര്യം ആരോടും പറയേണ്ട, സ്വന്തം കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും അഹങ്കരിച്ച് നടക്കുന്ന സാഗറിനെ ഞാൻ ഇത് വെച്ചൊരു പണി കൊടുക്കുന്നുണ്ട്, ഇത് വെച്ച് ഞാൻ സാഗറിനെ തകർക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കൃഷാണ്. കൃഷ്ണനെ നേരിട്ട് കാണുന്നതിന് വേണ്ടി സാഗർ ദേവ്ജിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തുടർന്ന് ദേവ്ജിയുടെ വീട്ടിലെത്തിയ ശേഷം സാഗർ പിന്നെ കൃഷ്ണനോട് നീ എന്താണ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണൻ നല്ല ഗൗരവത്തിൽ ബലരാമനെ കുറിച്ച് ചോദിക്കുകയാണ്. ബലരാമൻ എവിടെ പോയച്ചാ, ബലരാമൻ എന്താണ് സംഭവിച്ചത്? എന്നാൽ ആ ചോദ്യം കേട്ട് സാഗർ ഒന്ന് ഷോക്കായി നിൽക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ കൃഷ്ണനോട് നീ എന്താണ് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? തുടർന്ന് കൃഷ്ണൻ നല്ല ഗൗരവത്തിൽ സത്യം പറ, ബലരാമൻ എന്താണ് സംഭവിച്ചത്? ബലരാമൻ ഇപ്പോൾ എവിടെയാണ്? എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചത് അമ്മ തന്നെയാണ്. തുടർന്ന് കൃഷ്ണ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാഗറിനോട് പറയുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് സാഗറും ഷോക്കായി നിൽക്കുകയാണ്. എനിക്ക് ഈ കാര്യത്തിൽ അമ്മയെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അമ്മ പ്രസവിച്ച ഒരേ ഒരു മകനാണ് ബലരാമൻ. വൈകിയാണെങ്കിലും അമ്മ ഇനി സ്വന്തം മകനാണ് സ്നേഹം കൊടുക്കേണ്ടത്. അപ്പോഴാണ് ബലരാമനെ കാണാതായത്. അച്ഛൻ സത്യം പറ, ബലരാമൻ എന്താണ് സംഭവിച്ചത്? അമ്മ എന്നോട് ചോദിച്ചത് ഞാനും അച്ഛനും കൂടി ബലരാമനെ കൊന്നു കളഞ്ഞു എന്നാണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സങ്കടപ്പെട്ടുകൊണ്ട് സാഗർ ബലരാമൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃഷ്ണനോട് പറയുകയാണ്. സത്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം ബലരാമനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, നീ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം, അതുകൊണ്ട് ബലരാമൻ ഇവിടെ നിന്നാൽ ശരിയാകില്ല, അതുകൊണ്ട് ബലരാമൻ ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് എന്നോട് യാത്ര പറഞ്ഞു പോയത്. എന്നാൽ അത് കേട്ട് കൃഷ്ണനും വിഷമമാവുകയാണ്. തുറന്ന് സാഗർ പിന്നെ കൃഷ്ണനോട് നിന്റെ അമ്മ പറയുന്ന ആ പ്രാന്ത് നീ എന്നോട് പറയരുത്. അമ്മയ്ക്ക് വട്ടുമൂത്തിട്ട് വായി തോന്നിയ മണ്ടത്തരങ്ങളെല്ലാം വിളിച്ചു ചോദിക്കുന്നു എന്ന് കരുതി അതൊന്നും നീ എന്നോട് ചോദിക്കരുത്, അങ്ങനെയൊന്നും നീ എന്നോട് ചോദിക്കരുത്. തുറന്ന് കൃഷി പിന്നെ സാഗറിനോട് എന്തായാലും ബലരാമനെ കണ്ടെത്തണം. എന്നാൽ അത് കേട്ട് സാഗർ അതിന് ബലരാമൻ എങ്ങോട്ടാണ് പോയതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ്. തുറന്ന് കൃഷി ബലരാമന്റെ ഫ്രണ്ട്സിനെ അറിയുമായിരിക്കുമല്ലോ, നമുക്ക് ഫ്രണ്ട്സിനെ വിളിച്ചന്വേഷിച്ച് ബലരാമൻ ചേട്ടൻ എങ്ങോട്ടാണ് പോയതെന്ന് നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. എനിക്ക് അമ്മയുടെ മുമ്പിൽ ബലരാമനെ കൊണ്ടു നിർത്തണം, എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. തുടർന്ന് സാഗർ പിന്നെ കൃഷ്ണനോട് നിനക്ക് അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് സങ്കടമായില്ലേ, അതൊന്നും നീ മനസ്സിൽ വെക്കേണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ പിന്നെ അച്ഛനോട് ഞാൻ വരാൻ പാടില്ലായിരുന്നു അച്ഛാ, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷെ ഇനി ഞാൻ ആ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുകയാണ്. അമ്മ നിങ്ങൾക്ക് മുമ്പിൽ എന്നെ സ്നേഹിച്ചതെല്ലാം വെറും അഭിനയമായിരുന്നു, ബലരാമൻ എവിടെയാണെന്ന് അറിയുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടിയ ഒരു നാടകമായിരുന്നു അതെല്ലാം. ഇനി അമ്മയ്ക്ക് വീണ്ടും അസുഖം വന്നാൽ പോലും എന്നെ വിളിച്ചറിയിക്കരുത്. ആ കാരണം പറഞ്ഞ് ഞാൻ എന്തായാലും ഇനി ആ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി അവിടുന്ന് പോവുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. തുറന്ന് കാണിക്കുന്നത് ദേവ്ജിയുടെ അടുത്ത് സാഗർ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഉണ്ടായ കാര്യങ്ങളൊക്കെ സാഗർ ദേവ്ജിയോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഷോക്കായി നിൽക്കുകയാണ് ദേവ്ജി. തുറന്നത് സാഗർ നല്ല ദേഷ്യത്തിലാണ് ദേവ്ജിയോട് പറയുന്നത്, സുജാത നമ്മൾ വിചാരിച്ച പോലെയല്ല, അസുഖമുള്ള പോലെ സുജാത അഭിനയിച്ച് കൃഷ്ണനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൃഷ്ണനെ സ്നേഹിക്കുന്ന പോലെയല്ല അഭിനയിച്ചത്. സുജാതയ്ക്ക് ബലരാമനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ്, സുജാതയുടെ ഒരു നാടകമായിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ദേവ്ജിക്ക് പോലും എന്ത് പറയണമെന്ന് പോലും അറിയാതെ തലയിങ്ങനെ പുകഞ്ഞു നിൽക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന ആന്റിയമ്മയും കൃപയും കാട്ടക്കലിപ്പിൽ സുജാതയുടെ അടുത്ത് വന്നിട്ട് നീ എന്തിനാടി കൃഷ്ണ ഇവിടുന്ന് ഇറക്കി വിട്ടതെന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് സുജാത ഞാൻ ഇവിടുന്ന് ആരെയും ഇറക്കി വിട്ടില്ല എന്ന് പറയുകയാണ്. ഞാൻ കൃഷ്ണനോടൊരു ചോദ്യം ചോദിച്ചു, ബലരാമനെ കുറിച്ച് ഞാൻ കൃഷ്ണനോട് ചോദിച്ചു, കൃഷാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയതെന്ന് നല്ല ഗൗരവത്തിൽ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃപയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. അത് ശരി, അപ്പോൾ അമ്മയുടെ നാടകമായിരുന്നില്ലേ, എല്ലാം അമ്മയുടെ അഭിനയമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണനെ സ്നേഹിക്കുന്ന പോലെയെല്ലാം ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൂട്ടിയതെല്ലാം ബലരാമനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയുള്ള അമ്മയുടെ ചീപ്പ് ഷോ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൃപ അമ്മയോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. അതേടി എന്റെ നാടകമാണ്, എനിക്കറിയണം എൻ്റെ മോൻ എന്താണ് സംഭവിച്ചതെന്ന്, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്, എനിക്കതിലൊരു കുറ്റബോധവും ഇല്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് ആന്റിയമ്മ പിന്നെ സുജാതയോട് നിനക്ക് എങ്ങനെയാണ് ഇത്രയും ക്രൂരയാകാൻ സാധിക്കുന്നത്, നീ എങ്ങനെയാണ് ഇത്രയും ദുഷ്ടയാകുന്നത്, നീ ചെയ്യുന്നതെല്ലാം തെറ്റാണ് സുജാത. എന്നാൽ അത് കേട്ട്
സുജാത ദേഷ്യം വന്ന പിന്നെ ആന്റിയമ്മയോട് എങ്കിൽ പിന്നെ ആന്റിയമ്മ പറ എന്റെ മകൻ ബലരാമൻ എന്ത് സംഭവിച്ചോ, എന്റെ മകൻ ബലരാമൻ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ അവർക്കും സാധിക്കുന്നില്ല. ബലരാമൻ പോയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇതുവരെയായിട്ട് ഒന്ന് അന്വേഷിച്ചോ, ചേട്ടൻ എന്ത് പറ്റി, ചേട്ടൻ എവിടെയാണെന്ന് നീയെങ്കിലും അന്വേഷിച്ചോ എന്ന് കൃപയോട് ചോദിക്കുകയാണ്. എനിക്ക് എന്റെ മകൻ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് മറ്റെന്തുമുള്ളൂ. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന കൃപ പിന്നെ അമ്മയോട് ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്, ചേട്ടനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പാടില്ലായിരുന്നു. ഈ അമ്മ ചത്തു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ചേട്ടനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരില്ല എന്ന് നല്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കൃപ പിണങ്ങി മുകളിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് സുജാതയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ആന്റിയമ്മ. നീ ചെയ്യുന്നതൊക്കെ തെറ്റാണ് സുജാതെ, നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കുടുംബം തകരില്ല. എന്നാൽ അത് കേട്ട് സുജാത വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് ആന്റിയമ്മയോട് ബലരാമന്റെ കാര്യം പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. സുജാതയ്ക്ക് മറുപടി കൊടുക്കാനൊന്നും ആന്റിയമ്മയ്ക്ക് സാധിക്കുന്നില്ല. തുടർന്ന് ആന്റിയമ്മ അവിടുന്ന് പോവുകയാണ്. തുറന്ന് കാണിക്കുന്ന കൃഷും കൺമണിയും കൂടി സംസാരിക്കുന്നതാണ്. ഉണ്ടായ കാര്യങ്ങളെല്ലാം കൃഷ് കൺമണിയെ അറിയിക്കുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് കൺമണി ഷോക്കായി ഇരിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷിനെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി പിന്നെ സംസാരിക്കുന്നത് അമ്മയെ ഞാൻ കുറ്റം പറയില്ല, കാരണം അമ്മ പ്രസവിച്ച മകൻ യഥാർത്ഥ മകനാണല്ലോ ബലരാമൻ. അപ്പോൾ മകനെ കാണാതായാൽ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയല്ലേ, അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കണം, എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം, ചേട്ടനെ എനിക്ക് എൻ്റെ അമ്മയുടെ മുന്നിൽ കൊണ്ടു നിർത്തണം, ഞാൻ അതിനുവേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് പറയുകയാണ് കൃഷ്. എന്നാൽ അത് കേട്ട് കൺമണി കൃഷിനെ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് അമ്മയെ കാണാൻ അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു ഒരാഗ്രഹം അമ്മ തിരികെ വിളിക്കുമെന്ന്. ഇനി അതുപോലത്തെ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല, ഇനി എന്തുണ്ടായാലും ഞാൻ അമ്മയെ കാണാൻ ആ വീട്ടിലേക്ക് പോകില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷിനെ ആശ്വസിപ്പിക്കുകയാണ്. സാറിങ്ങനെ തകർന്നു പോകരുത്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട് ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് എനിക്ക് സങ്കടപ്പെടാനുള്ള ഒരു അവകാശം ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷി കരയുകയാണ്. തുടർന്ന് കൺമണി കൃഷിനെ ചേർത്ത് പിടിച്ച് കൃഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷിനോട് എന്തെങ്കിലും സാറിന്റെ അമ്മ തിരിച്ചറിയുന്ന ഒരു ദിവസം വരുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.